ഇവിടെ എലവിഴ പൂഞ്ചിറ മൂവിയിലുള്ള ഡോഗാണ്. സേറ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അവൾ ഏകദേശം 6-6.5 കിലോമീറ്ററോളം നമ്മുടെ കൂടെ പോന്നു. ഞാൻ പറഞ്ഞു വിടാൻ പലവട്ടം നോക്കി, പക്ഷേ അവൾ സമ്മതിക്കുന്നില്ലായിരുന്നു. അവൾ കൂടെ വന്നു. പിന്നെ ഒരു സ്ട്രീമിൽ കൂടെ പോരാൻ ഒരു മാർഗ്ഗമില്ല. മുട്ടപ്പോലെ അരയ്ക്കൊപ്പം വെള്ളമുള്ള സ്ഥലത്തോടെ ഞാൻ എന്നിട്ട് അവളെ എടുത്തുകൊണ്ട് അത് ക്രോസ് ചെയ്യിച്ച് പിന്നെ കരയെ കൂടെ ഞാൻ ഷോർട്ട് കട്ട് കയറി ഞാനിങ്ങ് പോന്നു. കാരണം ഇവളെ ഇട്ടിട്ട് പോരാൻ എനിക്ക് തോന്നിയില്ല. ഹായ്, ഞങ്ങളിപ്പോൾ എലവിഴ പൂഞ്ചിറയിലാണ്. കഴിഞ്ഞ ആഴ്ച ചെയ്ത സെയിം ട്രക്ക് ഒന്നുകൂടെ ചെയ്യുവാണ്. ഏതാണ്ട് 16 പേരോളമാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ ടീമിലുള്ള ആളുകൾ. എന്നെ പറ്റിയേ ഇന്ന് നമ്മൾ സ്ട്രീമിൽ കൂടെയാണ് പോണത്. ഇവിടെ അവിടം വരെ വന്നിട്ട് തിരിച്ചു പോവുകയുള്ളൂ. ഒരിക്കലും അതിൽ കൂടെ നടക്കാൻ ഏതായാലും ഇവൾക്ക് പറ്റിയില്ല. ഒരു 3 അടി മുതൽ 5 അടി വരെ വെള്ളമുള്ള സ്ഥലങ്ങളുണ്ട്. കരയെ കൂടെ നടന്ന് സ്ഥലത്ത് എത്തുമെന്ന് തോന്നുന്നില്ല ഇവള്. എൻ്റെ അടി സേറ നമ്മുടെ കൂടെ തന്നെ പോരുവാണ്. എനിക്കറിയില്ല എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. ഇതുണ്ടോ, ഈ വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ 1/2 കിലോമീറ്റർ പോകേണ്ടത്. ഇതേ കയറി വന്നെ അവള്. എടി, നീ എങ്ങനെ വന്നേ? ഇല്ലല്ല, അവിടേക്ക് വരല്ലേ. നമ്മൾ ഈ നായ്ക്കൾക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നന്ദി സ്നേഹമാണെന്ന് ചോദിച്ചാൽ, ഞാൻ വരുമ്പോൾ ഇതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും, മുട്ടയൊക്കെ കൊടുക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കൊടുക്കും. അപ്പോൾ ഇതുങ്ങൾ കൂടെ നിന്നും മാറിയല്ല. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുങ്ങളുടെ സ്നേഹവും നന്ദിയൊക്കെ എത്രയാണ്. മനുഷ്യരെയൊക്കെ നമുക്ക് അങ്ങനെ കിട്ടുമോ? നോക്കി എൻ്റെ കൂടെ ഇങ്ങനെ വരുവാ. ഞാൻ സ്ട്രീമിൽ നിന്ന് കുറേ ദൂരം എടുത്തുകൊണ്ട് ഞാനിങ്ങ് പോന്നു. ഇവള് വെള്ളത്തിൽ കൂടെ, ഈ കാണുന്ന വെള്ളത്തിൽ കൂടെ ഞങ്ങളെല്ലാവരും നടക്കുന്നത് അതിൽ കൂടെയാണ്. നമ്മുടെ ടീം മെമ്പേഴ്സ് അതിലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ കൂടെ നടക്കാൻ എനിക്ക് മേല, കാരണം ഇവൾ അതിൽ കൂടെ ഇറങ്ങി വരും. അതുകൊണ്ട് കരയിൽ കൂടെ ഞാൻ കയറി പോവാണ്. എങ്ങനെയെങ്കിലും മോള് വരെ എത്തിക്കാമെന്ന് നോക്കട്ടെ. വേണ്ടി വന്നതാണ്. രാവിലെ 2 മുട്ടയും പണ്ടും തന്നു. അത് ഇതിനാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അത് മൊത്തം തേപ്പിച്ചു. ഇനി എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ അടുത്ത് വരികയില്ല. ഹായ്, എനിക്ക് അവളെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല. ദേവന്നു കൂടെ കണ്ടോ. ഞാനിപ്പോൾ സ്ട്രീമിൽ കൂടെ പോകുന്നതിന് പകരം വേറെ 2 പേരെ നമ്മുടെ കൂടെയുള്ളവരെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ 2 പേരെ അവിടെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇവളെയും കൊണ്ട് കാട്ടിലിട്ടിട്ട് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സങ്കടമാണ്. പിന്നെ എനിക്ക് മനസ്സമാധാനം കിട്ടിയില്ല. അവൾ തിരിച്ച് വീട്ടിൽ എത്തുമോ? വീടൊന്നുമില്ല, ഇങ്ങനെ ഇതിലെ നടക്കുന്നതാണ്. എലവിഴ പൂഞ്ചിറയിൽ ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരയെ കൂടെ കയറി ഷോർട്ട് കട്ട് ചെയ്യാൻ കയറുവാണ്. അവർ താഴെയുടെ ഇതാണ് സ്ട്രീം, അവരതിൽ കൂടെ പോകുന്നുണ്ട്. ഞാൻ ഇതിൽ കൂടെ കരയെ കൂടെ കയറി പോവുകയാണ്. എന്താണേലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവൾക്കും. അവൾ ഇനി ജീവിതത്തിൽ എൻ്റെ കൂടെ പോരുമെന്ന് സംശയമാണ്. സ്കൈയുടെ കളറൊക്കെ നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയേ. വാവ്, കാറ്റിക്കടെ കയറി വന്നോണ്ടോ അവള്. ഇത് വലിയ പൊല്ലപ്പയേക്കുവാ. ഞാൻ ഇവക്ക് വേണ്ടി ഇപ്പോൾ ഈ കാട് മുഴുവൻ കയറി, വഴിയൊന്നുമില്ല എന്ന് നോക്കിയേ. ഇതേപോലെ പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തോടെയാണ് ഞാനിപ്പോൾ ഇവക്ക് വേണ്ടി കണ്ടോ.
ഒരു നടപ്പ് ചാല് പോലും ഇവിടെ ഇല്ല. ആകെയുള്ള പേടിയെന്ന് പറയുന്നത് കാട്ടുപന്നിയൊക്കെ അത്യാവശ്യം ഉള്ള ഏരിയയാണ്. അതുങ്ങളുടെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ടാൽ പോയി. കണ്ടോ, ഇതേപോലുള്ള സ്ഥലത്തോടെയാണ് നമ്മൾ പോരണ്ടേ. കണ്ടോ, ആ എടി പെണ്ണേ, നീ എനിക്ക് ട്രക്കിംഗ് ഫീസ് വല്ലതും തരുമോ? ആ വാ. പാമ്പുണ്ടോ, ചേമ്പുണ്ടോ, കാട്ടുപന്നിയുണ്ടോ, ഉള്ളംപന്നിയുണ്ടോ ഒന്നും അറിയില്ല. എന്നെ വഴിയതാ. എടി വാ, ദേ ഉണ്ടോ? ഉണ്ടോ? ഞാനെന്തായാലും ശരി, ഇവിടെ നിന്ന് ട്രക്കിംഗ് ഫീസോടെ മേടിച്ചാലോ എന്ന് ആലോചിക്കണേ. തീറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ട് ദേ അവളിങ്ങനെ കൂടെ ഇങ്ങനെ വന്നതാ. ട്രക്കിംഗ് ഫീസ് എന്തായാലും ചാർജ് ചെയ്യണം ഇവിടെ ഇടുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ബാക്കിയുള്ളവരെല്ലാം വിട്ട് ഇങ്ങനെ കയറി വന്നതല്ലേ. എന്നടി വാ. നോക്കി, ഇതൊക്കെ ഓരോ നമ്മുടെ ലൈഫിലേ ഇതൊക്കെ ഓരോ രസമുള്ള എക്സ്പീരിയൻസ് അല്ലേ. എന്നുവെച്ചാൽ നമ്മളെവിടെയോ കിടക്കുന്ന ഒരു ആള് ഇടയ്ക്കിടയ്ക്ക് ഇലവിഴ പൂഞ്ചിറ പോയി അതുങ്ങൾക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു. ഇത് മാറാതെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞാൽ തന്നറിയോ തിരിച്ചു പോകാൻ അവളോട്. അത് കുറേയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. പക്ഷെ വെള്ളത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് കവർ ചെയ്യാനോ ക്രോസ് ചെയ്യാനോ പറ്റാത്ത സ്ഥലത്ത് ഇവള് പിന്നെയും വെള്ളത്തിലേക്ക് ഇറങ്ങി കൂടെ പോരുക. അപ്പം എനിക്ക് വേറെ യാതൊരു മാർഗ്ഗം ഉണ്ടായില്ല. അതുകൊണ്ടാണ് അവളെ എടുത്തുകൊണ്ട് പോകുന്നത്. എന്നാലും ഇനി അവിടം വരെ കൂടെ കൊണ്ടേക്കാം അല്ലേടി. അതെ, ബാക്കിയുള്ളവരെല്ലാം മുകളിലേക്ക് കയറി. ഇവള് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ ഞാൻ ചെല്ലാൻ വേണ്ടി അവളോട് വെയിറ്റ് ചെയ്ത് കിടക്കുവാണ്. കണ്ടോ, നല്ല ക്ഷീണം ഉണ്ടാവും. ഒക്കെ എന്താണെന്നറിയില്ല. നേരത്തെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ എന്തോ സുഖമില്ല. അപ്പോൾ അടുത്ത ദിവസം മരുന്ന് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഈ നാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്നതാണ്. ആ മൂവി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അവളെ ഇവിടെ വിട്ടിട്ട് പോയതാണ്. വിട്ടിട്ട് പോയതെന്ന് പറഞ്ഞാൽ ഒരാൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ വീട്ടിൽ അവൾ നിൽക്കുന്നില്ല. കൂടെ ഒക്കെ ഉണ്ടായി കൊടുത്തതാണ്, പക്ഷെ അവളവിടെ നിൽക്കുന്നില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് അവളിങ്ങനെ നടക്കുക ഇതിൽ കൂടെ. എടി വാ.